തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്കെടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ CM ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാ. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തതുപോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാ. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഉമ്മൻ കോശിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുമെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്. എന്താടോ ഇതൊക്കെ? സാറിന്റെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. സസ്പെൻഷനിലല്ലേ? എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. വിളിച്ചോണ്ട് പോകല്ലേ അത്രയും. ചെല്ലേ, കൊണ്ടുപോ. എന്താ വന്നത്? സോറി. ഐ ആം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെപ്പോലുള്ള ഒരു അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം, നിങ്ങൾക്കും പോവാം. Just clear out. കുമാർജി എന്നോട് പൊറുക്കണം. എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോ സംസാരിക്കുന്നത് MP സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ടാ. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല, അതാ. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണമെന്നാ ആ സുധാകരൻ സാർ അച്ഛനോട് പറഞ്ഞത്. താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ? സമാധാനായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇതെവിടെയാണ്?
റിലാക്സ് ഗായത്രി റിലാക്സ്. I'm sorry, Mr. Badran. We tried our best. I'm sorry. ഭദ്രൻ, മൈ കണ്ടലൻസ്. എനിക്കറിയാം ഇതാരാ. ഭദ്രൻ, ഞങ്ങൾ ഇപ്പോ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഫ്രാൻസിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സിഎമ്മിന്റെ നിർദ്ദേശമുണ്ട്. ഈ പെൻ ടേക്കിൻ സർ. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കടന്നുപോയെന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റൂ സാർ? അല്ലെങ്കിലും സാറല്ലേ എപ്പോഴും പറയാറ് നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. സാറേ, ശരിക്കും അറമ്പറ്റി പോലെ ആയിപ്പോയി. എന്നാ പിന്നെ നടക്കോ മറ്റോ ചെയ്യാം അല്ലേ?
നമ്മൾ എത്ര ശ്രമിച്ചാലും വിധിയെ തടുക്കാനാവില്ല. ഈ ദുരന്തം അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് നിർത്തണം സാർ. ഈ മുതലക്കണ്ണീരിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വല്ല പാർട്ടി ഗ്രൂപ്പുകളിലും മതി. എന്താണ് ഭദ്രൻ സാർ ചെയ്ത തെറ്റ്? നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത കൂറ് സ്വന്തം തൊഴിലിനോട് കാണിച്ചതോ? ലോക്കപ്പിനുള്ളിൽ നിന്നും ഫ്രാൻസിസ് എന്ന ഗുണ്ടയെ ഇരുചവി അറിയാതെ വെളിയിലിറക്കി കൊലപ്പെടുത്തി ജഡം മജിസ്ട്രേറ്റിന്റെ മേശയ്ക്ക് മുകളിൽ തള്ളാൻ കൽപ്പുള്ളയാൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവത്തിൽ പ്രതി ഒരേ ഒരാൾ CI ഭദ്രൻ. ഭദ്രൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ട് മേടയിൽ ദേവരാജനെതിരെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ തെളിവ് സംഘടിപ്പിച്ചു കൊടുത്ത സാറ് തന്നെയാണല്ലോ. എന്നിട്ട് അതിന്റെയൊക്കെ അന്വേഷണം എവിടം വരെയായി? എല്ലാം കെട്ടിച്ചമച്ച കോപ്പുകളാണെന്ന് പത്രങ്ങളിൽ പരമ്പര വരുന്നു. ഭദ്രൻ സാറിന്റെ മകൾക്ക് സംഭവിച്ചതിന് പിന്നിലും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് ഇപ്പോഴും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒടുവിലൂടെ ദുഃഖം അറിയിക്കാൻ ലജ്ജ തോന്നില്ല സാറിന്? ഉണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് എന്നോട് കുമാർജി ചോദിച്ചു, എന്റെ ഈ വെളുപ്പിൽ സ്വാർത്ഥതയുടെ കറ പുരണ്ടിട്ടില്ലേ എന്ന്. ചോദ്യം സത്യമായിരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുന്നു, ഈ സുധാകരൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ആരോടും നീതി പുലർത്താനായില്ല. കുമാർജിയോട്, ഭദ്രനോട്, എന്തിന് വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പോലും. ഇത് ജാതിയും ചതിയും ലഹരിയും മൂലധനമായുള്ള ദേവരാജന്മാരുടെ കാലമാണ്. അറിഞ്ഞില്ലേ? മേടയിൽ ദേവരാജൻ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാവാൻ പോവുകയാണ്. അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ജ്യോതിഷ വിധി പ്രകാരം മഹാതാന്ത്രികരെ വരുത്തി ദേവരാജൻ ഇപ്പോ ഒരു ഹോമത്തിനൊരുങ്ങുകയാണ്. ഹോമമല്ല, യാഗം. ചക്രവർത്തി പദം പോകുന്നതിന് മുമ്പ് ദേവകളെ പ്രീണിപ്പിക്കുന്നത് പണ്ടും പതിവുള്ളതാണ്. പക്ഷേ ഒരു ഗംഗയ്ക്കും അവനെ ശുദ്ധി വരുത്താനാവില്ല. അവന്റെ പാപങ്ങൾ ദഹിപ്പിച്ചു കളയാൻ ഒരഗ്നിക്കുമാവില്ല.